നമസ്കാരം. ഞാൻ സ്മിത മോൾ, ദ സ്പിരിച്വൽ ഹീലർ ആൻഡ് കൺസൾട്ടന്റ്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 2025 പുണർന്ന നക്ഷത്രത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം അല്ലേ. പൊതുവില് മനസ്സിന് വളരെ സൗമ്യതയുള്ളവരാണല്ലോ. ഈ വർഷം ആ സൗമ്യത കുറച്ചും കൂടി കൂടാനുള്ള സാധ്യതയുണ്ട്. വളരെ ക്ഷമാശീലവും അതുപോലെ സൗമ്യ സ്വഭാവവും ഉള്ളവരാണ് പുണർന്ന നക്ഷത്രക്കാര്. ഇവരെ പറ്റിക്കാൻ മറ്റുള്ളവർക്ക് എളുപ്പമാണ്. ഈ വർഷം ചെറിയ ചെറിയ ചതികളൊക്കെ പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും കട കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ കരുതലോടെ ചെയ്യുക. അതുപോലെ തന്നെ മുദ്രപേപ്പറുകൾ അല്ലെങ്കിൽ ജാമ്യനിക്കുക, ചെക്ക് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒന്ന് സൂക്ഷിച്ച് ചെയ്തോളൂ കേട്ടോ. വളരെയധികം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാവും നിങ്ങൾ ഈ വർഷം പല കാര്യങ്ങളും ചെയ്യുക. അത് ലാസ്റ്റ് വലിയ പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനൊന്ന് നോക്കി നിൽക്കുക കേട്ടോ. പിന്നെ ജീവിതത്തില് ചെറിയ ചെറിയ ദമ്പതികൾ തമ്മിലുള്ള കലഹങ്ങളൊക്കെ ഉണ്ടാവാം. എന്നിരിക്കലും പുതിയ വാഹനം, വീട്, വസ്തു അല്ലെങ്കിൽ നമ്മൾക്ക് ബിസിനസ് സംരംഭങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെയുള്ള ഒരു വർഷം കൂടിയാണ്. ജീവിതത്തിന്റെ ഒരു വർഷത്തിന്റെ ഒരു കുറച്ച് കഴിയുമ്പോൾ, ഒരു പകുതി കഴിയുമ്പോഴത്തേനും ജീവിത പുരോഗതികള്, സാമ്പത്തിക മേന്മ, ധനവരവ്, ക്രമാതീതമായ ധനവരവൊക്കെ ഉണ്ടാവാനും സാധ്യതയുള്ള വർഷമാണ്. ബിസിനസ്സുകാർക്ക് ഏറ്റവും അനുകൂലമായ വർഷമായിരിക്കും ഇത്. അതുപോലെ തന്നെ മാനസികമായിട്ട് വളരെയധികം ശാന്തശീലരാണേലും പല സമയങ്ങളിലും നമുക്ക് ദേഷ്യപ്പെടേണ്ടതായ, കോപപ്പെടേണ്ടതായ കാര്യങ്ങളൊക്കെ വരും. അത് അധികവും കുടുംബത്തിനകത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ പെട്ടെന്നുള്ള കോപം കൊണ്ടൊക്കെ, എടുത്തുചാട്ടം കൊണ്ടൊക്കെ ഓരോന്ന് സംസാരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ പുരോഗതിയുണ്ട്. ജീവിതത്തിൽ പൊതുവിൽ വിജയങ്ങൾ തന്നെയാണെങ്കിലും ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം സൂക്ഷ്മത ഉണ്ടാവേണ്ട വർഷം കൂടിയാണ്. ദഹനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ഉദരസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അധികവും ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട വർഷമാണ് കേട്ടോ. അതുപോലെ തന്നെ മാനസികമായിട്ട് നമ്മുടെ തൊഴിലില് കുറച്ച് ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും പുരോഗതികള്, അതുപോലെ തന്നെ ധാരാളം യാത്രകള്, വിദേശയോഗം ഒക്കെ അതിൽ നിന്നുണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ്. മാനസികമായിട്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മറികടക്കുന്നതിന് നിങ്ങൾ തന്നെ സ്വയം ഓരോ മാർഗങ്ങൾ കണ്ടുപിടിച്ച് ജീവിതത്തിൽ വിജയിക്കാൻ വളരെയധികം പരിശ്രമിക്കുന്നതിന് ഈ വർഷം ഫലം കണ്ടു തുടങ്ങുന്ന വർഷം കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അതേ അർത്ഥത്തിൽ മനസ്സിലാക്കണമെന്നില്ല. അങ്ങനെയുള്ളതായ ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. അതുപോലെ ചെയ്യുന്ന ജോലി എന്ത് തന്നെയാണെങ്കിലും ആ മേഖലയിൽ വളരെയധികം പുരോഗതി കൈവരിക്കാൻ പറ്റുന്ന വർഷം കൂടിയാണ്. സ്ഥലസംബന്ധമായിട്ടുള്ള വഴക്കുകളോ കേസുകളോ ഒക്കെ നടക്കുന്നവർക്ക് അനുകൂലമായ ഒരു വിധി കിട്ടുന്ന വർഷം കൂടിയാണ്. ലക്ഷ്യബോധമില്ലാത്ത യാത്രകളൊക്കെ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം ധാരാളം യാത്രകൾ ചെയ്യാൻ അവസരങ്ങൾ കിട്ടുന്ന വർഷമാണ്. എങ്കിലും ലക്ഷ്യബോധമില്ലാത്ത യാത്ര നമുക്ക് വലിയ ഗുണം ചെയ്യില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അധികം ലക്ഷ്യം ഇല്ലാതെ ഒരു വഴിക്ക് പോവാതിരിക്കുക. നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ പോവുക കേട്ടോ. പുത്രസുഖം, വസ്ത്രലാഭം, മനസുഖം, ധനസുഖം, അതുപോലെ കാര്യ വിജയം ഒക്കെ ഉണ്ടാവുന്ന വർഷം കൂടിയാണ്. ഇതിനിടയിൽ ചെറിയ ചെറിയ പോരായ്മകളും തരുന്ന വർഷവുമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. മാനസികമായ ഉല്ലാസങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിന്റെ പുരോഗതിയും ഒക്കെ ഒരു പരിധിയിലധികം നമ്മുടെ കഠിനമായ പരിശ്രമത്തിൽ കൂടി നേടിയെടുക്കുന്ന ആ വർഷം. വളരെയധികം അധ്വാനശീലരാണെങ്കിലും കിട്ടുന്ന കാശ് അധികവും നമുക്ക് സ്വരുക്കൂട്ടി വെക്കാൻ പറ്റാറില്ല. വരുന്നതിൽ കൂടുതൽ ചെലവായി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ ധനം കൈകാര്യം ചെയ്യുക. ധനം എപ്പോഴും നമ്മുടെ കൈവശം ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതായത് വരവിൽ കൂടുതൽ ചെലവായി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം ഈശ്വര പ്രാർത്ഥനകൾ, നമ്മുടെ ആചരണം അനുസരിച്ചുള്ള ഈശ്വര പ്രാർത്ഥനകളും മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിനും, അതുപോലെ തന്നെ നമുക്ക് ആ കാര്യ പ്രാപ്തിയോടുകൂടി ശരിക്കും ചിന്തിച്ച് കാൽക്കുലേഷൻ ചെയ്ത് പൈസ എടുത്ത് ചെലവാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ആ ധനത്തിന്റെ ചോർച്ച അടയ്ക്കാൻ പറ്റും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ മാനസികമായ ഉല്ലാസങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ഫാമിലിയോടൊത്തൊക്കെ മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും.
എന്താ പറയാ, അച്ഛനമ്മമാരും ഭാര്യ ഭർത്താക്കന്മാരും മക്കളും സഹോദരങ്ങളും എല്ലാം ഒത്തുചേരാനും അതിനൊക്കെ വേണ്ടി കുറച്ച് സമയങ്ങൾ മാറ്റി വെക്കുന്നതും ഒക്കെ നമ്മുടെ മാനസികമായ ഒരു ധൈര്യത്തിനും ബലത്തിനും സന്തോഷത്തിനും ഒക്കെ ഇട നൽകുന്നതായിരിക്കും. അതുപോലെ എപ്പോഴും ജീവിത പുരോഗതി ലക്ഷ്യം വെക്കുന്നവർക്ക് ഈ വർഷം എന്താവണം, എങ്ങനെയാവണം എന്ന് ആഗ്രഹിച്ചാലും അത് നേടിയെടുക്കാൻ പറ്റുന്ന വർഷം കൂടിയാണ് കേട്ടോ ഈ 2025. അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.